ഹായ് ഓൾ, SSCG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടിട്ട് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടാകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടിട്ട് വെരിഫിക്കേഷൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം, എങ്ങനെയാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്, എപ്പോഴാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കുകളാണ് നമ്മുടെ വീഡിയോക്കുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് കേട്ടിട്ട് വെരിഫിക്കേഷൻ. ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ട് റിസൾട്ട് വന്നു, അപ്പോൾ റിസൾട്ട് നോക്കി നിങ്ങൾ പാസ്സായവരുണ്ടാവും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ആദ്യം പറയുന്നത്, കേട്ടിട്ട് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് റിസൾട്ട് വന്ന ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അറിയിപ്പുണ്ടാകും. അത് പത്രങ്ങൾ വഴി, മാധ്യമങ്ങൾ വഴി നമ്മൾ അറിയും വെരിഫിക്കേഷന് വിളിക്കുന്നത്. അപ്പോഴാണ് വെരിഫിക്കേഷൻ. അല്ലാണ്ട് ഇന്ന് റിസൾട്ട് വന്നു എന്ന് കരുതിയിട്ട് നാളെ പോയി വെരിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പത്രങ്ങൾ വഴി നമ്മൾ അറിയും. ഇനി പത്രങ്ങൾ വഴി അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനലിലൂടെ അത് അറിയിക്കുന്നതായിരിക്കും. വെരിഫിക്കേഷൻ അപ്ഡേറ്റുകൾ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഇത്തരം അപ്ഡേറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്, ഈ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഏത് DEO ഓഫീസിന് കീഴിലാണോ, DEOക്ക് കീഴിലാണോ നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളത്, അപ്പോൾ ഏത് സെൻറ്ററിലാണോ എക്സാം എഴുതിയിട്ടുള്ളത് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, വെരിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, വെരിഫിക്കേഷൻ ഡേറ്റ് ഓരോ DEO ഓഫീസിലും ചിലപ്പോൾ എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ഏത് DEOയുടെ കീഴിലുള്ള സ്കൂളിലാണോ നിങ്ങൾ എക്സാം എഴുതിയത്, അപ്പോൾ ആ ഒരു DEO വെരിഫിക്കേഷൻ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വെരിഫിക്കേഷന് പോകേണ്ടത്. ആ DEO ഓഫീസിൽ നിങ്ങൾ എക്സാം എഴുതിയ സെൻറ്റർ ഏത് DEOയുടെ കീഴിലുള്ളതാണോ ആ ഒരു ഓഫീസിലാണ് നിങ്ങൾ എന്തിന് പോകേണ്ടത്, വെരിഫിക്കേഷന് പോകേണ്ടത്. എഴുതിയ സ്കൂളിലല്ല, ആ DEO ഓഫീസിലാണ് നിങ്ങൾ വെരിഫിക്കേഷന് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഈ ന്യൂസിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും ഏത് ഭാഗത്താണ്. അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് DEO ഓഫീസ് എവിടെയാണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, മറ്റൊരു കാര്യം, ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമ്മളിതിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത്, ഒന്ന് നമ്മൾ എക്സാം എഴുതിയിട്ടുള്ള ഹോൾ ടിക്കറ്റ് നിങ്ങളൊരു കാരണവശാലും മിസ്സാക്കരുത്. എക്സാം എഴുതിയ ഹോൾ ടിക്കറ്റ്, നമ്മുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഹോൾ ടിക്കറ്റും, നമ്മളിപ്പോൾ എക്സാം റിസൾട്ട് വന്നതിൻ്റെ ആ ഒരു പ്രിൻറ്റും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. റിസൾട്ട് വന്നത് ചിലർ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതൊന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കും. ഫോണിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് അത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ അത് രണ്ടും മസ്റ്റായിട്ട് നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കുക. വെരിഫിക്കേഷന് പോകുമ്പോൾ ഹോൾ ടിക്കറ്റ് ആൻഡ് നമ്മളിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ള ആ ഒരു കേട്ടിട്ട് കേട്ടിട്ടിൻ്റെ റിസൾട്ടും കൂടെ നമ്മൾ കയ്യിലുണ്ടായിരിക്കണം. കൂടാതെ നമ്മുടെ SSLC +2 സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രി ഉള്ളവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ നമ്മൾ BEd ചെയ്യുന്നവരാണെങ്കിൽ BEd ചെയ്തവരാണെങ്കിൽ BEd സർട്ടിഫിക്കറ്റ്, TTC ആണെങ്കിൽ TTCയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, ഇനി ഇതിനെല്ലാം പുറമെ പലരും ഇനിയും പല ഡൗട്ടുകളും ഉള്ളവരുണ്ടാവും. ഇനി നമുക്ക് ചില കമ്മ്യൂണിറ്റി ആയതുകൊണ്ട്, അല്ലെങ്കിൽ മാർക്ക് ഇളവുകളുണ്ടാവും, അതുകൊണ്ട്, അല്ലെങ്കിൽ ഈ OBCക്കാരുണ്ടാവും, അല്ലെങ്കിൽ SC ST വിഭാഗക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ ജനറൽ മാർക്കിനേക്കാൾ ഇപ്പോൾ 90 മാർക്ക് കിട്ടിയാലാണ് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യേണ്ടതെങ്കിൽ 82 മാർക്ക് കിട്ടിയവർ ക്വാളിഫൈ ചെയ്യും ഈ കമ്മ്യൂണിറ്റി ബേസിൽ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. OBCക്കാരാണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഇനി SC STക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വെരിഫിക്കേഷന് വിളിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രയാസവും ഇല്ലാതെ ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. OBCക്കാരാണെങ്കിൽ നോൺ ക്രീമി ലെയർ, SC ST ആണെങ്കിൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇവിടെ ഈ OBCക്കാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞത്, നിങ്ങൾ
ആ കമ്മ്യൂണിറ്റി ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ആ ഒരു 90 മാർക്കിന് എബവ് ഉണ്ടായിരിക്കും. 90 മാർക്കിനോ എബവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ ഇതിലാണ് അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് ഇളവിൻ്റെ ഇതിലാണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയുടെ ഇതിലാണ് കിട്ടിയതെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. അതായത് 82 കിട്ടിയിട്ടാണ് അല്ലെങ്കിൽ 90-ന് താഴെയാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോയാൽ മതി. ഇനി ഇപ്പോൾ BEd ചെയ്യുന്നവരുണ്ടാവും, TTC ചെയ്യുന്നവരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെരിഫിക്കേഷന് വിളിച്ചാൽ പോകാൻ സാധിക്കില്ല. നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വെരിഫിക്കേഷന് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഈ BEd ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ TTC ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വെരിഫിക്കേഷന് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി മറ്റ് പലരും ചോദിക്കുന്നത്, ഞങ്ങളുടെ കയ്യിൽ BEd ആയാലും ഇപ്പോൾ TTC ആയാലും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആണുള്ളത്, അത് വെച്ചിട്ട് ഈ വെരിഫിക്കേഷന് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് 6 മാസം കാലാവധിയുണ്ട്. അപ്പോൾ ആ 6 മാസം തികഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അതുമായിട്ട് വെരിഫിക്കേഷന് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയവർ അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പ്രൊവിഷണലാണ് കയ്യിലുള്ളതെങ്കിൽ ഒറിജിനൽ വേണമെന്ന് നിർബന്ധമില്ല. ആ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് നമുക്ക് 6 മാസത്തെ കാലാവധിയുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെരിഫിക്കേഷന് പോകാവുന്നതാണ്. ഓക്കെ, ഇനി അല്ല 6 മാസം കഴിഞ്ഞവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മളവിടെ ഈ വെരിഫിക്കേഷൻ സമയത്ത് പോയി കഴിഞ്ഞാൽ ആ ഓഫീസിൽ വലിയ പണികളൊന്നുമില്ല. നമുക്കൊരു എന്ത് തരും, ഒരു അപ്ലിക്കേഷൻ ഫോം തരും. അത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഏത് കാറ്റഗറിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഫോം. അപ്പോൾ അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ശേഷം അതവിടെ കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് അവർ ഒരു വലിയൊരു രജിസ്റ്റർ കാണിക്കും. അതിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് ഒന്ന് വെരിഫൈ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ വെരിഫിക്കേഷൻ, ഈ സർട്ടിഫിക്കറ്റൊക്കെ അവർ നോക്കും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ കൊണ്ടുപോകുന്ന എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെയും അതിൻ്റെ ഓരോ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും കൂടെ നിങ്ങൾ കരുതുക. ഫോട്ടോ കോപ്പീസ് അവരവിടെ വാങ്ങി വെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോപ്പി എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും എക്സ്ട്രാ കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുകൂടെ കരുതുന്നത് നന്നായിരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ, ഈ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ ക്വാളിഫൈ, ഏതൊക്കെയാണ് എക്സാം നമ്മൾ പാസ്സായത്, അതായത് SSLC, +2, ഡിഗ്രി, BEd ആണെങ്കിൽ BEd, അല്ലെങ്കിൽ TTC ആണെങ്കിൽ TTC, നമ്മൾ കമ്മ്യൂണിറ്റി ലെവലിൽ ആ ഒരു ഇതിന് മാർക്ക് ലെവൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, OBCക്കാർ നോൺ ക്രീമി ലെയറും SC/ST കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുമാണ് കൊണ്ടുപോകേണ്ടത്. അപ്പം അതിന് ഇപ്പോഴേ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാകും. അപ്പോൾ ഇത്രയാണ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് നിങ്ങൾ കരുതേണ്ടത്. മറ്റൊരു കാര്യം, ഈ വെരിഫിക്കേഷൻ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ അറിയിക്കും. യൂട്യൂബിലൂടെ ഇതുപോലെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത്. താങ്ക്